ഫിലിം മൂവിയുടെ ഒരു പൂജയ്ക്ക് ഒരു കോസ്റ്റ്യൂം ഇട്ടതിന് ചൊല്ലി ഫേസ്ബുക്കിൽ ഈ പറയുന്ന കുറേ മോശം കമൻസ്. അത് ഞാൻ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ വസ്ത്രധാരണം. എനിക്ക് കോൺഫിഡൻസ് ആയ വസ്ത്രം ഞാൻ എന്താ പറയുക, ഏത് വേദിയിലായാലും എനിക്ക് കോൺഫിഡൻസ് എന്ന് തോന്നുന്ന എനിക്കിഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കും. അതിൽ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ധരിക്കും, അത്ര തന്നെ. അതെനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ ഇടയ്ക്ക് ഞാനൊരു മറ്റേ ഒരു ഫിലിം മൂവിയുടെ ഒരു പൂജയ്ക്ക് ഒരു കോസ്റ്റ്യൂം ഇട്ടതിന് ചൊല്ലി ഫേസ്ബുക്കിൽ ഈ പറയുന്ന കുറേ മോശം കമൻസ്. അത് ഞാൻ കണ്ടില്ല, ഞാൻ ഈ നോക്കാൻ സമയമില്ലല്ലോ, നമുക്ക് 100 കാര്യമായിട്ടാണ്. പക്ഷെ പലരും ഈ പറഞ്ഞ നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്, ചേച്ചി ഇങ്ങനെയൊക്കെ കമൻസ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഞാനതിനെ എന്താ പറയുക, കുറേ ഒരു വേലയും കൂലിയും ഇല്ലാതെ പണിയില്ലാതെ കുറേ പേര് ഈ ഫോണും കൊണ്ടിരുന്ന് കുത്തി അവർക്ക് തോന്നുന്ന ഒക്കെ ഇങ്ങനെ കമന്റ് ആയിട്ട് എഴുതിയിടുക എന്നതിനോട് നമുക്ക് പ്രതികരിക്കാൻ നിന്നാൽ അതിനെ സമയം കാണും. ഹണി റോസ് വൈകി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കുറച്ചുകൂടെ നേരത്തെ അതെ ഉറപ്പായിട്ടും. അതെ കുറച്ച് നാളായിട്ട് അത് ഇങ്ങനെ ഹണി ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഹണി കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇത് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കാമായിരുന്നു, അതിൽ യാതൊരു സംശയം ഞാൻ പറയുന്നില്ല. കുറച്ച് നേരത്തെ തന്നെ ഇത് നടപടി എടുക്കണം. നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുന്നത് കൊണ്ടാണോ അവർ ഏറ്റവും കൂടുതൽ, അതായത് കമന്റ് സെക്ഷനിലായാലും സ്പോട്ടിൽ ജോബ് കൊടുക്കാത്തത് കൊണ്ടാണോ? പിന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ ഈ ഇത് പറയാറുണ്ട്.